അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. അങ്ങനെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകർക്ക് എല്ലാ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാ ആൾക്കാർക്കും സ്നേഹവും അതുപോലെ അതിലേറെ നന്ദിയും പുള്ളിക്കാരി പറയുന്നുണ്ട്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഒരു അർഹതപ്പെട്ട ആൾക്ക് തന്നെ ഒരു കപ്പ് കിട്ടിയതിൽ എനിക്കൊരു സന്തോഷമുണ്ട്. വേറൊന്നുമല്ല, കാരണം നമ്മൾ സത്യത്തിനൊപ്പം തന്നെ സംസാരിച്ചിട്ട് ആ ഒരു സത്യം വിജയിക്കുമ്പോഴത്തേക്ക് നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇവിടെ ഏറ്റവും ഈ ഒരു ബിഗ് ബോസ് സീസൺ 7 കപ്പിന് അർഹതപ്പെട്ട ഒരാളുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു കപ്പ് കിട്ടിയേക്കുന്നത്. ഇത്രയും ഡിസർവ് ആയിട്ടുള്ള ഒരാൾ ഈ ഒരു സീസണിനകത്ത് ഇല്ല. ഉണ്ടെങ്കിൽ നമുക്കത് പറയാം, ഇന്ന ആളാണ് ഡിസർവ്ഡ്, ഇന്ന ആളാണ് ഈ ഒരു കപ്പിന് അർഹതപ്പെട്ട ആൾ, ഇതൊരു ഒരു ഫെയർ ആയിട്ടുള്ളൊരു ഇതല്ലെന്ന് നമുക്ക് പറയാം. പക്ഷേ മാത്രമാണ് ഈ ഒരു സീസൺ 7 ഡിസർവ് ആയിട്ടുള്ള ഒരാൾ, കപ്പ് തൂക്കാൻ ഡിസർവ് ആയിട്ടുള്ള ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് അനീഷിനെ നമുക്ക് പറയാം, അത് കഴിഞ്ഞ് ഷാനവാസിനെ പറയാം. പക്ഷേ എല്ലാവരും കൂടെ ഇതുപോലെ കൂട്ടത്തോടെ ആക്രമിച്ചൊരു മത്സരാർത്ഥി ഈ ഒരു സീസൺ 7 അത് വേറെ ആരുമില്ല അല്ലേ. അതുകൊണ്ടൊക്കെയാണ് നമ്മളൊക്കെ അത്രയും ആത്മാർത്ഥതയോടുകൂടി അനുവിനെ സപ്പോർട്ട് ചെയ്തതും അനുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതും എല്ലാം. ഓക്കെ, അപ്പം അനു പറയുന്നത് കേട്ടു നോക്കാം. ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനുമോളാണ്. ബിഗ് ബോസ് സീസൺ 7 ഒരു ലേഡി വിന്നറാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഒരുപാട് അഭിമാനത്തോടുകൂടി ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാനിപ്പോൾ ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ സ്നേഹിച്ച് എൻ്റെ നെഗറ്റീവും പോസിറ്റീവും അറിഞ്ഞ് എൻ്റെ കൂടെ നിന്ന ഈ ലോകമെമ്പാടുള്ള ഒരുപാട് മലയാളി പ്രേക്ഷകർക്ക് ഇത് ഞാൻ സമർപ്പിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഈ ഒരു അവസരത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഒത്തിരി പേര്, ഞാൻ ഇപ്പോൾ ചെന്നൈയിലാണ്. അവിടുന്ന് നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ ഒരു ഫസ്റ്റത്തെ ഫോൺ കയ്യിൽ കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടുന്നത്. സന്തോഷമാണ്, കാരണം 100 ദിവസത്തെ ഒരു ജീവിതമായിരുന്നു ഞാൻ അവിടെ അനുഭവിച്ചത്. സന്തോഷവും സങ്കടങ്ങളൊക്കെ നിറഞ്ഞത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എന്തായാലും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫോൺ കൈ കിട്ടിയപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഫുള്ളും നോക്കിയപ്പോഴാണ് എന്നെ എത്രമാത്രം എനിക്ക് തോന്നുന്നു, ഞാൻ ബിഗ് ബോസിന് കയറുന്നതിന് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും ഇരട്ടിക്ക് ഒരു 3.5 കോടി ജനങ്ങൾ എന്നെ കുറച്ചും കൂടി തിരിച്ചറിഞ്ഞു. പിന്നെ എൻ്റെ ഈ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും അറിയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനൊരു വ്യക്തി കുറച്ചും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അനുവിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അവിടെ ചെന്നിട്ട് ഇതുപോലെ കുത്തിത്തിരിപ്പും അതുപോലെ കൂടെ നിന്നിട്ട് നമ്മൾ ഒരു ഫ്രണ്ട് കൂടെ നിന്നിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അപ്പുറവും ഇപ്പുറവും ചെന്ന് പറയുന്ന സ്വഭാവങ്ങൾ കാണിക്കാതിരിക്കുക. അതുപോലെ നമ്മളൊരു നിലപാടുണ്ടല്ലോ, ആ നിലപാടില്ലായ്മയിലൂടെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ അനു ആയിക്കോട്ടെ, അനീഷ ആയിക്കോട്ടെ, ഷാനവാസ് ആയിക്കോട്ടെ, ഇവരെല്ലാം നല്ല ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് തന്നെയായിരുന്നു ഈ സീസൺ 7. അപ്പം പിന്നെ വേറെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു ബുള്ളിങ്ങാണ് ഫസ്റ്റ് വീക്ക് തൊട്ട് ഈ അനു അവിടെ അനുഭവിച്ചത് അല്ലേ. ഭയങ്കര ബുള്ളിങ്ങാണ് അപ്പാണിയുടെ ഭാഗത്തു നിന്നാലും മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ ഭാഗത്തു നിന്നാലും. ഓക്കെ, അതൊരു ഗെയിമായിട്ട് എടുക്കാം നമുക്ക്, അതൊരു ഗെയിം കഴിഞ്ഞു. പക്ഷേ ഇത് എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്, ഇതൊരു ഷോയാണ്. അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അതിന് ആരാണോ സർവൈവ് ചെയ്ത് എത്തുന്നത്, 100ാമത്തെ ദിവസം വരെ പിടിച്ച് നിൽക്കുന്നത്, അവരാണ് ആ ഒരു കപ്പിന് അർഹതപ്പെട്ട ഒരാൾ അല്ലേ. അർഹതയില്ലാത്തൊരാൾക്കാണ് ആ കപ്പ് കിട്ടിയതെങ്കിൽ നമുക്ക് പറയാം അതൊരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യം അല്ലെന്ന് നമുക്ക് പറയാം. ഇത് അർഹതപ്പെട്ട ഒരാളെ കയ്യിൽ തന്നെയാണ് ഈ ഒരു കപ്പ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 100% പറയാം, ഇത് ഫെയർ ആയിട്ടുള്ള ഒരു വിന്നർ തന്നെയാണ് അനുമോള്. ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നുണ്ട്, PR, മണ്ണാങ്കട്ട. ബാക്കിയോട് അനു പറയുന്നത് എന്താണെന്ന് നോക്കാം. അവരുടെ കയ്യിൽ ഇത് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും അതിൽ, കാരണം നാട്ടിലൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ ആയിട്ട് പോകുന്നുണ്ടെന്ന് കണ്ടായിരുന്നു. എല്ലാവരും അരഞ്ഞാടും ട്രിവാൻഡ്രത്തൊക്കെ ഭയങ്കര ആഘോഷം എന്നൊക്കെ ഞാൻ അറിഞ്ഞു. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ആഘോഷിക്കുന്നുണ്ട്. അവരുടെ വീട്ടിലെ ഒരു കുട്ടിയായിട്ട് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നതായിട്ട് ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. വേറെ പിന്നെ ഈ പി ആർ എന്ന് പറഞ്ഞ് കരഞ്ഞ് ഈ കരയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഓക്കെ, ഒരു 10% 15% പി ആറിന് ക്രെഡിറ്റ് കൊടുത്തു. പക്ഷേ ബാക്കി ഫുള്ള് ഈ അനുവിൻ്റെ കഴിവ് കൊണ്ടാണ് പുള്ളിക്കാരി ഈ ഒരു കപ്പ് നേടിയെടുത്തത് അല്ലേ. പി ആർ ഇനി എന്തൊക്കെ ചെയ്താലും അവിടെ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കൊടുത്താൽ മാത്രമല്ലേ അത് പി ആറിനെ എടുത്ത് വെച്ച് ബൂസ്റ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ അല്ലേ. പി ആർ ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അവിടെ മത്സരിക്കുന്ന കണ്ടസ്റ്റൻസുകൾ അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ഗെയിമുകൾ അവിടെ ചെയ്യണം, അവരുടേതായിട്ടുള്ള കോണ്ടന്റുകൾ കൊടുക്കണം. ഈ ഒരു സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു 98 ദിവസത്തെയും പ്രൊമോയിൽ അനുവില്ലാത്തൊരു പ്രൊമോ ഇല്ലായിരുന്നു അല്ലേ. ഏഷ്യനെറ്റിന് എനിക്ക് തോന്നുന്നു ഈ ഒരു അനു എന്നുള്ളൊരു കണ്ടസ്റ്റൻസിൻ്റെ റീച്ച് മാത്രമായിരുന്നു തോന്നുന്നു ഈ ഒരു സീസണിൻ്റെ മൊത്തത്തിൽ ഓവറോൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് TRPയിലായാലും ഏത് എടുത്ത് നോക്കിയാൽ തന്നെ അനുവിൻ്റെ ഒരു ഇതായിരുന്നു അല്ലേ, അനുവിൻ്റെ ഒരു റീച്ചായിരുന്നു അവിടെ. അതുപോലെ എവിടെ എടുത്ത് നോക്കിയാലും അനുവിൻ്റെ തരംഗമായിരുന്നു ഈ ഒരു സീസൺ. അനു തരംഗം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അല്ലേ. അപ്പം ഒരു പ്രൊമോ തന്നെ എനിക്ക് തോന്നുന്നു, ഒരു പ്രൊമോ തന്നെ വരുമ്പോഴത്തേക്ക് അതിനെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ അതെടുത്ത് വെച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. ഈ വട്ടവും അനുവിനെ മാത്രമേ പൊരിക്കാനുള്ളൂ ലാലേട്ടൻ വരുമ്പോഴത്തേക്ക്, ഈ വട്ടവും അനു ആണോ ഇരയെന്നൊക്കെ പറഞ്ഞിട്ട്, അനുവിനെയാണോ ലാലേട്ടൻ പൊരിച്ചെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലേ. ലാലേട്ടൻ വരുന്നത് തന്നെ അനുവിനെ പൊരിക്കാനായിട്ട് തന്നെയാണ്. അപ്പം പിന്നെ ഇതൊരു ഷോയാണ്, സ്ക്രിപ്റ്റഡ് ആണ്. സ്ക്രിപ്റ്റ് ചെയ്ത് ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡെല്ലാം സ്ക്രിപ്റ്റാണ്. അപ്പോൾ ലാലേട്ടന് കുറ്റം പറയാൻ പറ്റത്തില്ല. അവിടെ നിന്ന് എഴുതി കൊടുക്കുന്ന സാധനം എടുത്തിട്ട് ലാലേട്ടനെ അവിടെ പ്രയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആർക്കാണോ ജനങ്ങളുടെ ഏറ്റവും കൂടുതൽ പിന്തുണ ഉള്ളത് അവരെ എടുത്തു വെച്ചിട്ട് ഈ പറഞ്ഞിട്ടുള്ള അലക്ക് പരിപാടി ചെയ്യും. എന്നാലും മാത്രമേ അവിടെ റീച്ച് കിട്ടത്തുള്ളൂ, ആ ഒരു എപ്പിസോഡ് അവരുദ്ദേശിച്ച രീതിയിലേക്ക് പോകത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ഷോ കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരെയോ ഡയറക്ടറിനെയോ ലാലേട്ടനെയോ ഇവരാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊരു ബിസിനസ്സാണ്, എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. എല്ലാവർക്കും ഇതൊരു ബിസിനസ്സാണ്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു കപ്പിന് ബിഗ് ബോസ് സീസൺ 7 ഈ ഒരു കപ്പിന് അർഹതപ്പെട്ട കയ്യിൽ തന്നെയാണ് ഈ ഒരു കപ്പ് കിട്ടിയിരിക്കുന്നത്. അതിൽ നമുക്ക് സത്യം പറഞ്ഞാൽ അനുവിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കെല്ലാം അതിനകത്ത് അഭിമാനിക്കാം. കാരണം ഡിസർവ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ ഒരു സീസൺ 7 കപ്പ് നേടിയിട്ടുള്ളത്. ഇനി പി ആർ എന്ന് പറഞ്ഞ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ് കരഞ്ഞാൽ തന്നെ അത് അവർ കരയത്തേ ഉള്ളൂ. എല്ലാ സീസണിനകത്ത് ഇതുള്ളതാണ്, ഇങ്ങനെ മാറിയിരുന്ന് കരച്ചിലുള്ളതാണ്. കാരണം ഇപ്പം അഖിൽ മാരാറിൻ്റെ സീസണിനകത്ത് അഖിൽ മാരാർ വിൻ ചെയ്തപ്പോൾ കണ്ട ശോഭയുടെ കരച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല. പുള്ളിക്കാരി അത് ഓർത്ത് പുള്ളിക്കാരിക്ക് കരച്ചിലാണ്. എപ്പോൾ നോക്കിയാലും വന്നിരുന്ന് പറയുന്നതൊക്കെ കപ്പ് എൻ്റെ ആയിരുന്നു, അഖിൽ അത് എങ്ങനെയൊക്കെ മാറിപ്പോയതാണ്, തെറ്റുപറ്റിയതാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് കുറ്റപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഒരുപാട് വീഡിയോയ്ക്ക് അത് കണ്ട. അപ്പോൾ അതുപോലെ ഇപ്പം ജിൻഡോയെ ജയിപ്പിച്ചതാരാണ്? ജനങ്ങളാണ് ജിൻഡോയെ ജയിപ്പിച്ചത്. ഇപ്പം ജിൻഡോ മണ്ടനാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്ന് ആ ഗെയിമിൽ നിൽക്കുന്ന സമയത്ത് അന്ന് ജിൻഡോ മണ്ടനല്ലായിരുന്നു, അവിടെ ഏറ്റവും ഡിസർവ് ആയിട്ടുള്ള ഒരാളായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ സീസണിനകത്തും ഇത് ആൾക്കാർ വന്നിരുന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഈ സീസണിനകത്തും ഇത് തന്നെ. ഇനിയിപ്പോൾ മറ്റുള്ള ആൾക്കാർ അടുത്ത സീസൺ തുടങ്ങിയാലും അത് തന്നെ ആയിരിക്കും. ഈ സീസണിൽ പി ആറിൻ്റെ ബലത്തിലാണ് ജയിച്ചതെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും. അല്ലാതെ വേറെ വഴിയില്ലല്ലോ, വേറെ വഴിയില്ല. ഈ പറഞ്ഞ പോലെ അവനവൻ്റെ കഴിവില്ലായ്മ മറക്കാനെ കൊണ്ട് അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടേ നടക്കും. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരെയും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക.